എല്ലാ മെച്ചമാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നാണ് SSLC പരീക്ഷയുടെ റിസൾട്ട് വന്നത്. 3 മണിയായപ്പോ മന്ത്രി വന്ന് പ്രഖ്യാപിച്ചു. 99.69%. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് 1997 കാലഘട്ടത്തിൽ 210 മാർക്കാണ്, മാർക്ക് കണക്കാണ്. 210 മാർക്ക് ഉണ്ടെങ്കിൽ ജയിക്കൂ എന്ന് പറഞ്ഞ് നടക്കുന്ന സമയം. അത് ജയിക്കൂ എന്ന് മാത്രമല്ല, നമ്മുടെ ഭാവി ജീവിതം, അത് ജയിച്ചാൽ മാത്രമേ ഭാവി ജീവിതം സുരക്ഷിതമാവുന്നു പറഞ്ഞുകൊണ്ട് നടന്ന് എല്ലാരും പറഞ്ഞുകൊണ്ട് നടന്ന സമയം. ടീച്ചർമാര്, വീട്ടുകാര്, കൂട്ടുകാര്, എല്ലാവരും, പരിചയക്കാര്, ബന്ധുക്കളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന സമയം. ഞാൻ പണ്ട് എന്റെ അപ്പച്ചി ചെറുപ്പത്തിൽ മരിച്ചത്. അപ്പൊ ഞാൻ അതിനുശേഷം കാലത്ത് പത്രം ഇടാൻ പോകും, പിന്നെ പാല് കൊടുക്കാൻ പോകും. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ക്ലാസ്സിൽ പോവാന്ന് പറഞ്ഞാൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോവുക എന്നതല്ല. ഞാൻ പോണത് ശരിക്കും പറഞ്ഞാൽ ഉച്ചക്കഞ്ഞി, നല്ല ചൂട് ഉച്ചക്കഞ്ഞി, പയറും ചെറുപയർ. വെള്ളിയാഴ്ച ആണെങ്കിൽ കടല. നല്ല ഭക്ഷണം, ചൂടുള്ള ഭക്ഷണം കിട്ടൂലെന്ന് ചോദിച്ചിട്ടൊക്കെയാണ് ആ സമയത്ത് സ്കൂളിൽ പോകുന്നത്. പഠനമൊക്കെ ആദ്യത്തെ ഒരു 5-6 കൊല്ലം, 4 കൊല്ലം തേവരയിലും, പിന്നെ കാക്കനാട് 1 കൊല്ലം, അത് കഴിഞ്ഞിട്ട് പള്ളുരുത്തിയിൽ 1 കൊല്ലം. കാരണം ഇവിടെയൊക്കെ എനിക്ക് ഫുൾ സ്കൂളായിട്ട് കിട്ടിയില്ല. തേവരയിൽ 4ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് 5ാം ക്ലാസ്സിലേക്ക് ഇവിടെ പോയി. അത് കഴിഞ്ഞിട്ട് എനിക്ക് പള്ളുരുത്തിലേക്ക് 1 കൊല്ലം പഠിക്കേണ്ടി വന്നു. നമ്മുടെ സ്കൂളിൽ നിന്ന് പിന്നെ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലേക്കാണ് എനിക്ക് ബാക്കിയുള്ള പഠനം 10ാം ക്ലാസ് വരെ. ടീച്ചർമാരൊക്കെ ആ സമയത്ത് പറഞ്ഞിട്ട് 10ാം ക്ലാസ് ജയിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിലെ ഇത് എല്ലാം പൂർത്തിയായി എന്നൊക്കെ പറയും. കാരണം ആ സമയത്ത് ഇത്രയും വിജയമൊന്നുമില്ല. 70%, 75%, 65% ആ ഒരു കാറ്റഗറിയിലാണ്. എക്സ്ട്രാ മാർക്കും കൂടി കിട്ടുമെന്ന് തോന്നുന്നു. ഏകദേശം 10 മാർക്കോ അങ്ങനെ കണ്ടൊക്കെ കിട്ടും. 10-12 മാർക്കൊക്കെ ജയിക്കാത്തുള്ളൂ. ഇപ്പൊ 210 ആണെന്നുണ്ടെങ്കിൽ 200 മാർക്ക് മേടിച്ചവർക്കൊക്കെ അങ്ങനെ കിട്ടും. അപ്പൊ പരീക്ഷ കഴിഞ്ഞ് ഞാൻ പാർട്ട് ടൈം ജോലിക്കും പഠനമൊക്കെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് 10 കഴിഞ്ഞ ഉടനെ പിറ്റേ ദിവസം മാതൃഭൂമി ഇതിന്റെ അകത്ത് ഞാൻ പേപ്പർ ഇടാൻ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ അകത്തൊരു ജോലിക്ക് ആളാവശ്യമുണ്ടെന്നും പറഞ്ഞിട്ട് ഒരു ഇലക്ട്രോണിക്സ്, കാർ സ്റ്റീരിയോ ഇലക്ട്രോണിക്സ് കടയിൽ സർവീസിങ്ങിന് ആളാവശ്യമുണ്ടെന്നും പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം ആ നമ്പർ വിളിച്ച് ഞാൻ അങ്ങോട്ട് പോയി. മാതൃഭൂമി എന്ന് പറഞ്ഞ സ്റ്റോപ്പാണ്, നമ്മുടെ എറണാകുളത്ത് മാതൃഭൂമി സ്റ്റോപ്പ്, നമ്മുടെ കലൂർ മാതൃഭൂമി എന്ന് പറഞ്ഞ സ്റ്റോപ്പിലാണ്. ഞാൻ അടുത്തുള്ള ഒരു കടയിലാണ് ഞാൻ കയറിയത്. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ച് എന്താ വിദ്യാഭ്യാസ യോഗ്യത എന്നൊക്കെ ചോദിച്ചു. സാറ് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു 10 എഴുതിയിട്ടുണ്ട്, ഉറപ്പായിട്ടും പാസ്സാവും പറഞ്ഞു. പാസ്സാവൂലേ? മിനിമം 10ാം ക്ലാസ് ഒന്നും ഇല്ലാതെ ഇലക്ട്രോണിക്സ് പഠിക്കാനും ഇതൊക്കെ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഇല്ല സാറേ ഞാൻ ജയിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വീം പഠിച്ചൊക്കെ ഒരു റിസൾട്ട് വരുന്ന മെയ് മാസമായി. സാറ് എന്റെ അടുത്ത് നമ്പർ ചോദിച്ചു. അപ്പൊ പിറ്റേത് നമുക്ക് ഇപ്പോഴത്തെ പോലെ ഓൺലൈനായിട്ട് ചെക്ക് ചെയ്യണ പരിപാടിയൊന്നുമില്ല. അപ്പൊ സാറ് ചോദിച്ച് എന്റെ നമ്പർ ചോദിച്ചു. സാറ് നമ്പർ കൊടുത്ത് സാറ് മാതൃഭൂമി ഓഫീസിൽ കൂട്ടുകാരെന്ന് തോന്നുന്നു ചോദിച്ചപ്പോ ആള് പൊട്ടിപ്പോയെന്ന് പറഞ്ഞു. അതായത് 196 മാർക്ക് അങ്ങാണ്ടേ ഉള്ളൂ. വീണ്ടും സംശയത്തോട് ചോദിച്ചിട്ട് പറഞ്ഞു, വീണ്ടും ചോദിച്ചപ്പോ പറഞ്ഞു തോറ്റു. അപ്പൊ ഞാനിങ്ങനെ തലയാഴ്ത്തി നിൽക്കുക. സാറിന് ജോലി പോവാനുള്ള ജോലി കിട്ടിയിട്ട് 2 മാസം 1.5 മാസം കൂടെ ആയിട്ടുള്ളൂ. വിചാരിച്ച് ജോലി പോകും അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ആലോചിച്ചോണ്ടിരിക്കുന്ന തലയാത്തിക്കണ സമയത്ത് സാറ് പറഞ്ഞു അത് കുഴപ്പമൊന്നുമില്ലടാ, അടുത്ത പ്രാവശ്യം എഴുതാം, ഇതൊന്നും അല്ല, ഇതിനും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഞാൻ വിചാരിച്ച സാറ് ജോലി എന്ന് പറഞ്ഞുകൂടെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് സാറ് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നിന്നെ ഇതൊന്നും ആയിരിക്കത്തില്ല, ഇതിലും വലുത് വന്ന സമയത്ത് ഇപ്പൊ നീ തോറ്റു തുടങ്ങിയതല്ലേ, നീ വിജയിച്ചോളൂ എന്നൊക്കെ പറയും. എല്ലാവരും കുറ്റപ്പെടുത്തുന്നു വിചാരിച്ച സമയത്താണ് സാർ അങ്ങനെ പറയണത്. ആ സമയത്ത് ഞാൻ ഇലക്ട്രോണിക്സ്, അവിടുത്തെ കാർഷികയുടെ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിക്കണ സമയം. അപ്പൊ അന്ന് നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ കോഴ്സിന് ചേർന്ന് പഠിക്കണമെന്ന് 10ാം ക്ലാസ് കഴിഞ്ഞാലേ അതുപോലെ കോഴ്സിന് ചേരാൻ പറ്റുള്ളൂ. പക്ഷെ അവിടെ വെച്ച് ഒരു വിധം അത്യാവശ്യത്തിന് ഒരു ഇലക്ട്രോണിക്സ് ഒക്കെ സാറ് പഠിപ്പിച്ചത്. പിന്നെ ഇതുപോലെ തന്നെ ഈ ആ സമയത്ത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാറ് നമ്മളെ പറയാന്ന് പറഞ്ഞപ്പോ ഒരു പേടി ഉണ്ടെങ്കിൽ ഒരു സാറ് ജോലി എന്ന് പറഞ്ഞു വിട്ടില്ല കേട്ടോ. അതും കൂടി പറഞ്ഞോളൂ. അങ്ങനെ പറഞ്ഞു. വീട്ടിൽ ചെന്നപ്പോ പുകിലായിരുന്നു, അത് വേറെ വിഷയം. പക്ഷെ എന്നാലും സാർ അങ്ങനെ പറഞ്ഞു കുഴപ്പമില്ലടാ, നമുക്ക് വീണ്ടും ശ്രമിക്കാന്നൊക്കെ പറഞ്ഞു. സാറ് നമ്മളൊന്ന് തണുപ്പിച്ചു. അത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സന്തോഷമാണ്. അതിനുശേഷമാണ് ഞാൻ സോറി, നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ ഇപ്പോഴത്തെ ഇതുപോലെയല്ല. പണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ
ഒരു കൂട്ടം ആളുകൾ, ഒരു കൂട്ടം പിള്ളേര് എന്തെങ്കിലും പഠിക്കാൻ ചിലര് കാർ വർക്ക്ഷോപ്പില്, ബൈക്ക് വർക്ക്ഷോപ്പില്, നമ്മുടെ കാർപ്പന്റർ മരപ്പണി ഇതില്, പിന്നെ ഏതെങ്കിലും ആശാന്മാരുടെ ഒപ്പം കയറും. അങ്ങനെ അങ്ങനെയൊക്കെ പണി പഠിക്കാനായിട്ട് പല വിധത്തിൽ പോകും. അന്ന് ഇന്നിപ്പൊ ഞാനിപ്പോ വീഡിയോ കണ്ടതിൽ ചാനലുകളൊക്കെ കണ്ടതിൽ കുട്ടികളുടെ അടുത്ത് എന്താ ആഗ്രഹം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലവർക്ക് ഡോക്ടർ, ചിലവർക്ക് എഞ്ചിനീയർ. അതായത് കാരണം 99 അതായത് 100% ഇത്ര ശതമാനം പോയിന്റ് 31-32% മാത്രം തോറ്റിട്ടു. ഇവരെല്ലാവരും അവരവരുടെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ ഞാൻ ഇപ്പൊ വിചാരിക്കുന്നുണ്ട്, ഇത്രയും പേർക്ക് നമ്മുടെ നാട്ടിൽ ജോലി കിട്ടും. ഇനി ഇത്രയും പേര് ജയിച്ച് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ കോളേജ് അഡ്മിഷൻ കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് ഞാൻ ചുമ്മാ ആലോചിച്ചു. പക്ഷെ അതിനെക്കാട്ടും കൂടുതൽ ആലോചിച്ചത് ആ തോറ്റ പോയിന്റ് 3.2% അങ്ങനെ കണ്ടു വരുന്നു തോൽവിയുടെ ശതമാനങ്ങൾ. അത്രയും പിള്ളേരെ ഈ 100 അതായത് 99.69% ജയിച്ച പിള്ളേരെക്കാട്ടും കൂടുതൽ ഒരു വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയത് ആ പിള്ളേരുടെ കാര്യമുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ അവരുടെ എല്ലാവരും ഇതുപോലെ മാതാപിതാക്കളൊക്കെ പറഞ്ഞു, ഇത് വലിയ കടമ്പയാണ്, ഇത് ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാവിയിൽ മുന്നേറാം, എല്ലാ A+ നേടണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും. അതിനിടയിലാണ് ഇത്രയും കുറച്ച് പിള്ളേർ നോക്കണം. ഒരു പ്രത്യേകത ഉണ്ടാവില്ല ഒരു ജീവിതത്തിൽ. ഈ പറഞ്ഞ 99% ഇത്രയും പിള്ളേർക്ക് ജീവിതത്തിൽ അങ്ങ് വിജയിച്ചു കയറും എന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഞാൻ തോൽവിയായ കുട്ടികളുടെ അടുത്ത് പറഞ്ഞത്, അവര് ജീവിതത്തിൽ എല്ലാ പിള്ളേരും നിലയിലാവും. പക്ഷെ നിങ്ങൾക്ക് എത്താൻ പറ്റും. കാരണം നിങ്ങൾ ആദ്യം തന്നെ തോറ്റ തുടങ്ങി. ഇപ്പൊ നിങ്ങളെ കളിയാക്കും, കുറച്ചുപേരെങ്കിലും കളിയാക്കാൻ ഉണ്ടാവും, കുറച്ചുപേര് തമാശ രൂപത്തിൽ കളിയാക്കും, കാര്യങ്ങളൊക്കെ വീട്ടുകാര് വഴക്ക് പറയുകയൊക്കെ ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ തോറ്റു തുടങ്ങിയതിന്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് പലതും പഠിക്കാനുണ്ടാവും. ഞാനിപ്പോ ഈ യൂട്യൂബ് വീഡിയോ ഒക്കെ എടുക്കണ എല്ലാവരും പറയും ഒരുപാട് സബ്സ്ക്രൈബ്സ് കയറും, ഇല്ലെന്നുണ്ടെങ്കിൽ ചാനൽ റവന്യൂ കൂടും എന്നൊക്കെ പറയും. ഞാന് പക്ഷെ അവരോടൊക്കെ പറഞ്ഞ കാര്യമുണ്ട്. ഫേസ്ബുക്കിൽ ഞാൻ ആദ്യം ഓർക്കൂട്ടായിരുന്നു. ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഫോട്ടോകളാണ് കയറിയതുണ്ട്. ഇപ്പൊ മൊബൈല് കിട്ടിയപ്പോഴില്ലെങ്കിൽ ഞാൻ കുട്ടികളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടറൊക്കെ കിട്ടിയപ്പോ ആ ഒരു ഒന്ന് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ടൈപ്പ് ചെയ്യാനും ഒരു 10 തോറ്റവൻ എന്ത് മംഗ്ലീഷൊക്കെ മലയാളം ഇംഗ്ലീഷൊക്കെ ടൈപ്പ് ചെയ്യാനൊക്കെ എങ്ങനെ അറിയാനാണ്. അതിന്റെ അകത്തുനിന്ന് പിന്നെ ഞാൻ അത് ടൈപ്പ് ചെയ്ത് പഠിച്ചിട്ട് ഫേസ്ബുക്കിലേക്ക് പോകും. ആ സമയത്ത് ഓർക്കൂട്ട് ഫേസ്ബുക്ക് വന്നപ്പോ ഞാൻ മംഗ്ലീഷാണ് ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ടൈപ്പിൽ തന്നെ മംഗ്ലീഷ് ടൈപ്പിങ് പഠിച്ച് നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ മലയാളത്തിൽ എഴുതി തുടങ്ങി വന്ന സമയവും. അപ്പൊ ഞാൻ ഗുഡ് മോർണിംഗ് എന്നൊക്കെ എഴുതുന്ന ഇതില് ഗുഡ് മോർണിംഗ് എഴുതുന്ന GUDMOR എന്നൊക്കെ പറഞ്ഞ ING ഒന്നും വരില്ല. ചിലപ്പോ മൊത്തത്തിൽ ഒരു ഇംഗ്ലീഷ് വരില്ല. പക്ഷെ അതൊരു ആഗ്രഹം. വീണ്ടും മറ്റുള്ളവരെ ഇത് നോക്കി അതിൻ്റെ അകത്തൊന്ന് നോക്കി ടൈപ്പിംഗ് പഠിച്ചു. ഇപ്പൊ കീബോർഡൊക്കെ ഒരുവിധം തെറ്റില്ലാതെ ഞാൻ കീബോർഡ് ടൈപ്പ് ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ അകത്തുനിന്ന് തന്നെ മലയാളം ടൈപ്പ് ചെയ്യാൻ പഠിച്ചു. മൊബൈലിലൂടെയും പഠിച്ചു, കമ്പ്യൂട്ടറിലും അത്യാവശ്യം, കീബോർഡിൽ അത്യാവശ്യം ടൈപ്പ് ചെയ്യാൻ പഠിച്ചു. അപ്പോഴും ആൾക്കാരെ വിചാരം അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും എഴുതിയിടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റേതായ കഥകള് നമ്മുടെ ജീവിതത്തിൽ നടന്ന എന്തെങ്കിലും കുറച്ച് ഓർമ്മക്കുറിപ്പുകളൊക്കെ എഴുതിയിടാന്ന് 2-3 പുസ്തകങ്ങളിൽ വന്നിട്ടുണ്ട്. അതായത് ആ സമയത്ത് ഒരുപാട് എഴുത്തുകാരുണ്ട്. ആ സമയത്ത് നല്ല നല്ല എഴുത്തുകാരുടെ കൂട്ടത്തില് ഒരുപാട്, ഇപ്പോഴെല്ലാവരും എഴുത്തുകാരാണ്, പണ്ട് അങ്ങനെയല്ല, കുറച്ച് ഒരു 10-25-30 പേര് എഴുത്തുകാരുടെ കൂട്ടത്തില് ഒരാളായിരുന്നു ഞാൻ. ഇപ്പൊ എല്ലാവരും ഒരുവിധം നന്നായിട്ട് എഴുതുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് ഫേസ്ബുക്ക് തുടങ്ങിയ സമയത്ത് അപ്പൊ ആ കൂട്ടത്തില് എന്റെ 2-3 കഥകള് പുസ്തകത്തില് പ്രസിദ്ധീകരിച്ചു വന്നിട്ടുണ്ട്. 2-3 കഥകൾ എടുത്തിട്ട് മറ്റേ ഇതില് വന്നിട്ടുണ്ട്, ടെലിഫിലിമായിട്ട് അവരെടുത്ത് ചോദിച്ചു മേടിച്ചിട്ട് എന്റെ പേര് എഴുതി വന്നിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഞാൻ അപ്പോഴും ആലോചിക്കണം എന്താണെന്നറിയോ, ഇവരൊക്കെ പഠിപ്പും വിവരവും വിദ്യാഭ്യാസം ഉള്ളവർ അവർക്ക് സമയം കിട്ടുമ്പോൾ എഴുതുന്ന ഇതിൻ്റെയോടൊപ്പം ആ സമയത്ത് അക്ഷരത്തെറ്റുകളൊക്കെ എനിക്ക് വരും. മലയാളം ഇംഗ്ലീഷൊക്കെ എഴുതുമ്പോൾ അക്ഷരത്തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് മനസ്സിലാക്കിയിട്ട് പോലും അവർ എന്റെ അടുത്തുനിന്ന് ചോദിച്ചാൽ അവര് റെഡിയാക്കി എടുത്തോളാം, ടൈപ്പിംഗിൽ റെഡിയാക്കി എടുത്തോളാം എന്ന് പറഞ്ഞ് എടുത്തോളുമ്പോൾ 10 തോറ്റാ എനിക്ക് ഇത്രയെങ്കിലും പറ്റുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം എനിക്ക് തോന്നി. ഞാനത് ആൾക്കാർ വായിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ല ഞാൻ അന്ന് എഴുതിയിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ ഞാൻ നേരത്തെ 2-3 കൊറോണ സമയത്താണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇപ്പൊ
ഇതാക്കിയപ്പോഴും ഞാൻ ഒരുപാട് ആളുകൾ വന്ന് വീഡിയോ കാണും. ഇതിൽ ഒരുപാട് പേര് വന്നിട്ട് ഇത് യൂട്യൂബ് വീഡിയോ കണ്ട് വരുമാനം കൂടും. അതൊന്നുമല്ല, എഡിറ്റിംഗ് പഠിക്കാം. ഞാൻ ഇപ്പൊ എനിക്ക് ഈ പ്രായത്തിലും, എന്റെ 10-12 വയസ്സായി, ഇപ്പോഴും ഈ പ്രായത്തിലും ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് അത്യാവശ്യം ചെറിയ തോതിലാണെങ്കിലും എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിലും ചെറിയ തോതിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ള ആൾക്കാരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവരൊക്കെ അത്രയും ചെയ്യണതിന്റെ 100% വൃത്തിയോടെ ചെയ്യുന്ന എഡിറ്റിങ്ങും ഇതൊക്കെ എനിക്കൊരു 60-70% ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ അതിനുവേണ്ടി കൂടുതലായിട്ട് അത് കൂടുതൽ നന്നാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട്. ഞാനിപ്പോ ഈ യൂട്യൂബിൽ ഇടയ്ക്ക് തുടങ്ങിയതിന്റെ കാര്യം, 5 മാസം മുമ്പ് ഒരു ചേട്ടൻ എനിക്കൊരു കമന്റ്, ഒരു പോസ്റ്റിലെ കമന്റ് ഇട്ടണേ, എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയില്ല. ശരിയാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു പുസ്തകപ്രകാശനത്തിന് പോയപ്പോ എന്റെ അടുത്ത് സ്റ്റേജിലേക്ക് വരാൻ വേണ്ടി ഒരു ഇത് വിളിച്ച്, ഞാൻ പറയില്ല, ആ സമയത്ത് ഫേസ്ബുക്ക് മറ്റേ എഴുത്ത് മാത്രം, എനിക്ക് ആളുകളോട് നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള ഒരു പേടിയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്നെ വിളിച്ചപ്പോ ഞാൻ പേടിച്ചിട്ട്, എനിക്ക് അവിടെ മൈക്കിന്റെ അവിടെ ചെന്നിട്ട് എന്തോ പറയണ പറഞ്ഞിട്ട് ഞാൻ എന്തോ പറഞ്ഞു, എനിക്ക് പേടി പോലെ വന്നിട്ട്, അത്ര ആൾക്കാർ, ഒരു സ്റ്റേജ് മൊത്തം ആൾക്കാരാ. അപ്പൊ ഓരോ എഴുത്തുകാരെ വിളിച്ച് വർത്തമാനം പറയുന്ന കൂട്ടത്തിൽ എന്നെ വിളിച്ചപ്പോ എനിക്ക് ഭയങ്കര പേടിയായി. അപ്പൊ ഞാൻ ആ പേടി മാറാൻ വേണ്ടിട്ടാ പിന്നെ ശ്രമിച്ച. ഇപ്പൊ ഈ 5 മാസത്തിന് പാച്ചടം പറഞ്ഞ് എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ ഇതില്ല, അല്ലെങ്കിൽ അവതരിപ്പിക്കും. ശരിയാണ്. എനിക്ക് എന്റെ വീഡിയോ കാണുമ്പോ എനിക്കറിയാം, നന്നായി ഇടക്ക് വിക്കൽ വരാറുണ്ട്. നോക്കി വായിക്കുമ്പോ എനിക്ക് തക്കടയിലുണ്ട്, എനിക്കറിയാം. പക്ഷെ അത് ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് നന്നാക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ പറഞ്ഞ തോറ്റ പിള്ളേരുടെ കാര്യം അതാണ്. നിങ്ങൾക്ക് ഇപ്പൊ തോറ്റിട്ടുണ്ടാവും. നിങ്ങൾ ഇപ്പൊ ഈ പരീക്ഷയിൽ തോറ്റുണ്ടാവും. അടുത്ത പരീക്ഷയിൽ ഇനി നിങ്ങൾക്ക് ഏത് വിഷയമാണോ എടുക്കുന്നത്, ഏത് ഇതിലാണോ സബ്ജക്റ്റ് ആണോ, നിങ്ങൾ ശ്രമിക്കുക. ഇപ്പൊ കിട്ടണേന്റെ നിങ്ങൾ ഓരോ പ്രാവശ്യം ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കൂടുതൽ നന്നായിട്ട് ഇതാക്കുക. കൂട്ടുകാർ കളിയാക്കിക്കോട്ടെ. ഞാൻ ഇപ്പൊ ഉറപ്പിച്ചു പറയും, നിങ്ങൾ ജീവിതത്തിൽ, ഞാൻ വേറൊരു കാര്യം കൂടി പറയാൻ നോക്കാം. ഞാൻ ഇതിലൊക്കെ ടെസ്റ്റ് ഒക്കെ എഴുതാൻ വേണ്ടി പോകും, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൊക്കെ ഞാൻ പേര് വെച്ചാൻ വേണ്ടി പോകുമ്പോൾ എനിക്ക് ഈ 10ാം ക്ലാസ് തോറ്റന്റെ ഗുണം, ഞാൻ തോറ്റതെന്നല്ല, ഗുണമെന്ന് അങ്ങനെ പറയണല്ല, എല്ലാവരും 10ാം ക്ലാസ് ജയിച്ചവർക്കൊക്കെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും, അല്ലെങ്കിൽ കുറച്ച് നല്ല ഡിപ്പാർട്ട്മെന്റിൽ ജോലി, എന്നാൽ പിയും തസ്തികയിലൊക്കെ ജോലിയൊക്കെയുള്ള പരീക്ഷക്കൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ആളുകൾ ഇല്ലായിരുന്നു ആ സമയത്ത്. കാരണം 8 പാസ്സായവർക്ക് മാത്രം, 8 പാസ്സായ ആ പരീക്ഷക്കൊക്കെ എഴുതാൻ ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ട്. പിന്നെ അവരുടെ ഒപ്പം തന്നെ ഈ പറഞ്ഞ പരീക്ഷയുടെ എനിക്ക് ഒരുവിധം നല്ല മാർക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഇത്തരം ആൾക്കാരുടെ ഒപ്പം തന്നെ എഴുതുമ്പോൾ തന്നെയും ടെസ്റ്റുകൾ എഴുതുമ്പോൾ എനിക്ക് ഒരുവിധം അവരത്ര ഒപ്പിച്ചല്ലെങ്കിൽ പോലും ഞാൻ ഇപ്പോഴും ഞാൻ എഴുതാറുണ്ട്. ഒരു 2 കൊല്ലം മുമ്പ്, 1 കൊല്ലം മുമ്പോഴൊക്കെ ഞാൻ ചുമ്മാ വെറുതെ പോയിരുന്നു എഴുതും. എന്താണെന്നറിയാമോ, എവിടെയാണ് അവര് എഴുതുന്നതിനോടൊപ്പം എനിക്കും പറ്റും എന്നും പറഞ്ഞ് ഞാനൊരു വിശ്വാസത്തോടെ, കിട്ടൂല എന്നുള്ള വേറെ വിഷയവും, നമുക്ക് ജോലി കിട്ടുമോ ഇല്ലെങ്കിൽ അത് കിട്ടും, അതല്ല വിഷയം. എന്നാലും ഞാൻ എഴുതാൻ ശ്രമിക്കാറുണ്ട്, അവരുടെ ഒപ്പത്തിനൊപ്പം എത്താൻ ശ്രമിക്കാറുണ്ട്. നിങ്ങൾക്കും പറ്റും. ഇപ്പൊ നിങ്ങൾ ഈ 99.69 99% വെച്ചോ, ആ അവരുടെ ഒപ്പത്തിനേക്കാൾ അതിനേക്കാൾ ഒരു പടി മുന്നിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. നിങ്ങൾ ശ്രമിച്ചാൽ മതി. നിങ്ങളെ ഇപ്പൊ കളിയാക്കിക്കോട്ടെ, ഇപ്പൊ തോറ്റയിൽ നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾക്ക് പറ്റും, നിങ്ങൾക്ക് നന്നായിട്ട് പറ്റും. ജീവിതത്തെ ഓരോ പടി മുന്നേറാൻ പറ്റും. അതിനുവേണ്ടി ശ്രമിക്കുക. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ നമസ്കാരം.